ഈ നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും വികൃതി കാണിച്ചാൽ അച്ഛനമ്മമാർ പറയാറുണ്ടല്ലേ, ഇത് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും കേട്ടോ എന്നൊക്കെ പറയാറുണ്ടല്ലേ. അങ്ങനെ പേടിച്ചൊരു ബാല്യകാലം നമുക്കൊക്കെ ഉണ്ടാകും. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ അങ്ങനെ പേടിപ്പിക്കാൻ കഴിയുമോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി പോലീസ് മാമന്മാരെയൊക്കെ കണ്ട് അവരുമായി ഇടപഴകുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് കുട്ടികൾ പോയിട്ടുണ്ട് തിരൂർ പോലീസ് സ്റ്റേഷനിലേക്ക്. കൊടിഞ്ഞി MA ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളാണ് അവിടെ പോയത്. നമുക്കന്ന് കണ്ടുവരാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യാ ഒരു സാധാരണ ഒരു പോലീസ് ചെയ്യൽ. അപ്പൊ ഇങ്ങനെ ആവുമ്പോ എന്ത് ചെയ്യും, തലക്കും പരിക്ക് പറ്റൂല, ശരീരത്തിന്റെ ഏകദേശം മുഴുവനായിട്ട് കാലിന്റെ ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം കയ്യില്, പിന്നെ കൈകളെ ഒഴിച്ച് കെട്ടുന്ന സാധനം, പിന്നെ അതേപോലെ തന്നെ രത്തി സാറ് കൊടുക്കും, മറ്റേ കയ്യിൽ രത്തി കൊടുക്കും. അരുൺ അമൃതനാഥാണ് കൂടുതൽ സംസാരിക്കാൻ നമുക്കൊപ്പം ചേരുന്നത്. അരുൺ, ഈ കുഞ്ഞിലെ നമ്മളെയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ എത്രയൊക്കെ പറഞ്ഞാലും പോലീസുകാരെന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലൊരു ഹീറോ പരിവേഷം കൂടി ഉണ്ടല്ലേ. ഇപ്പോൾ കള്ളനും പോലീസും കളിക്കുന്ന സമയത്തൊക്കെ പോലീസ് ആകാനാണ് ഏറ്റവും കൂടുതൽ അടിയുണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹീറോ പരിവേഷവും പോലീസിനുണ്ട്. എന്തായാലും ഈ കുട്ടികൾ അവിടെ സ്റ്റേഷനിൽ പോയി എല്ലാം കണ്ട് പഠിച്ചിട്ടുണ്ടല്ലേ. സന്ധ്യ, ഈ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് പോലീസ് എന്ന് പറയുന്നത് അവരുടെ വലിയ ഹീറോസ് ആണ്. അന്ന് കുട്ടിക്കാലം തൊട്ടേ ആരാവണം എന്ന് വെച്ചാൽ എനിക്ക് പോലീസായാൽ മതി എന്ന് പറയുന്ന കുട്ടികൾ നമ്മൾ അന്നും കാണാറുണ്ട്, ഇന്നും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ അപ്പുറത്തേക്ക് പാഠപുസ്തകത്തിൽ കാണുന്നതിനും അപ്പുറത്ത് എന്താണ് പോലീസ് എന്നും ആ നിയമ സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ എന്താണെന്നും കുട്ടികളെ നേരിട്ട് അറിയിച്ചു കൊടുക്കുകയാണ് കൊടിഞ്ഞി MA ഹയർ സെക്കൻഡറി സ്കൂൾ ചെയ്തത്. അവരുടെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വിഭാഗമാണ് നേരിട്ട് തിരൂർ പോലീസ് സ്റ്റേഷനിലെത്തത്. തിരൂർ പോലീസ് സ്റ്റേഷൻ ഒരു പ്രത്യേകത കൂടിയുണ്ട്. മികച്ച ചൈൽഡ് ഫ്രണ്ട്ലി പോലീസ് സ്റ്റേഷൻ എന്ന ഒരു ബഹുമതി കൂടി നേടിയ അങ്ങനെ പ്രശസ്തമായ ഒരു പോലീസ് സ്റ്റേഷൻ കൂടിയാണ്. അപ്പോൾ എത്തേണ്ട സ്ഥലത്ത് തന്നെയാണ് കുട്ടികൾ എത്തിയത്. അവിടെ വലിയ സ്വീകാര്യതയാണ് തിരൂർ SHOയുടെ ഒക്കെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് നൽകിയത്. അവിടെ പാട്ടും പാടി ആസ്വദിച്ചു. ഒരു ക്ലാസ് റൂമിനും അപ്പുറത്തേക്ക് പോലീസ് സ്റ്റേഷന്റെ 4 ചുവരുകൾക്കുള്ളിൽ പോലീസുകാരുമൊത്ത ഒരു അനുഭവം, പലർക്കും കൗതുകത്തിനും അപ്പുറത്ത് അത് വലിയൊരു അറിവ് നൽകുന്ന ഒരു അനുഭവം കൂടിയായി. ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടാൽ തന്നെ ഹെൽമറ്റും ഗാർഡും ഒക്കെ ധരിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടതെന്നൊക്കെ പോലീസുകാർ വിവരിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മതയോടെ തന്നെ കുട്ടികൾ അത് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ പ്രായോഗികമായി തന്നെ നമ്മൾ ഈ പ്രായത്തിൽ അത് അറിഞ്ഞിരിക്കുക. ഇനി നമ്മുടെ കൺമുന്നിൽ ഒരു മാർച്ചൊക്കെ നടക്കുമ്പോൾ അവർക്ക് മറ്റൊന്ന് തിരിച്ച് ചിന്തിക്കേണ്ടി വരില്ല. അത് ഞങ്ങൾ അന്ന് പോലീസുകാരന്മാർ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിൽ അവരുടെ ഉണ്ടാവും. ഇതും ഒരു പഠനമാണല്ലോ. അപ്പോൾ അവരുടെ ഒരു ദിവസത്തെ ആ ഒരു അധ്യാപകരാവാൻ ഈ പോലീസുകാർക്കൊക്കെ പറ്റി. കാരണം പ്രായോഗികമായി തന്നെ പോലീസിനെ അറിഞ്ഞ് ഇനി ഭാവിയിൽ നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്യട്ടെ എന്നുള്ളത് തീർച്ചയായും അത് നമുക്ക് പ്രതീക്ഷിക്കാമല്ലേ. ഇപ്പോൾ തന്നെ ഈ പോലീസുകാരെയൊക്കെ കണ്ട് അവർ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ കേട്ട് പോലീസ് ആവണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളും ആ കൂട്ടത്തിലുണ്ടാകും. എന്തായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. ഈ പോലീസുകാർ പേടിക്കേണ്ടവരല്ല എന്ന് കുട്ടികൾ ഈ ചെറുപ്പത്തിലെ പഠിക്കുന്നുണ്ടല്ലോ. എന്താണ് അവിടെ സ്റ്റേഷനിൽ നടക്കുന്നത്, എന്താണ് ഈ മാർച്ചൊക്കെ നടക്കുമ്പോൾ പോലീസുകാർ എന്തിനാണ് ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ അവർ എപ്പോഴെങ്കിലും ഒരുപക്ഷെ സിനിമയിലോ അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോഴോ ഒക്കെ അവർ എപ്പോഴെങ്കിലും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടാകും. അതെന്താണെന്ന് നേരിട്ട് പഠിക്കാൻ ആ കുട്ടികൾക്കായി എന്നതാണ്. ശരി അരുൺ.